voice of God through evangelist Shaji Joseph. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദേവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. കർത്താവ് യേശു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയുകയാണ്. പ്രിയരെ, 666 കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ആന്റിക്രൈസ്റ്റിന്റെ നമ്പറാണല്ലോ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 66-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അനേകരും ഇന്ന് കർത്താവിനെ തേടുന്നത് ഭൗതിക അപ്പത്തിനു വേണ്ടിയാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നത് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിനായിരിക്കണമെന്ന്. പ്രിയരെ, ശ്രദ്ധയോടുകൂടി നമുക്ക് തുടർന്നുള്ള സന്ദേശം ശ്രദ്ധിക്കാം. ലോകത്തിന്റെ തത്വങ്ങളും നിന്റെ സിസ്റ്റങ്ങളും ഇട്ട് കളിക്കാനുള്ള സമയമല്ല ഇത്. ഒരല്പസമയമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് കുഞ്ഞെ, നിന്റെ പപ്പ തന്നതല്ല, ലോകത്തിലെ നിന്റെ മമ്മ തന്നതല്ല, നിന്റെ പാസ്റ്റർ തന്നതല്ല, ഇവിടുത്തെ ഗവൺമെന്റ് തന്നതല്ല, സർവശക്തനായ ദൈവം തന്ന സമയമായത്. ഈ സമയം തന്ന ദൈവം പറയാ, സമയം കുഞ്ഞെ നീ തക്കത്തിൽ ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? നിനക്ക് ഒറ്റ കാര്യം ഇവിടുന്ന് നേടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നിന്റെ ജീവൻ മാത്രമാ. വേറെ ഒന്നും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേറെ എന്ത് നീ നേടിയാലും സെമിത്തേരി എന്ന ഗേറ്റിന്റെ അവിടെ വെച്ച് പറയും സ്റ്റോപ്പ്. 666 എന്ന് പറഞ്ഞാൽ വാവ് 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 മീൻസ് WWW. ഇന്നത്തെ വേൾഡ് വൈഡ് വെബ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് WWW. ഈ WWWയിലൂടെ ലോകം മുഴുവൻ ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യാം. പല കമ്പ്യൂട്ടറുണ്ട്, മൈക്രോ കമ്പ്യൂട്ടറുണ്ട്, മിനി കമ്പ്യൂട്ടറുണ്ട്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുണ്ട്. ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിലൂടെ ഒരാൾക്ക് ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വാവ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് ഹുക്ക്. ഇതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഒരു ചൂണ്ടയുടെ കുളത്തില്ല, ഇതുപോലെ ഹുക്ക. മനുഷ്യനെ ഹുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവനെ കൊളത്തിയാൽ പിന്നെ അവന് പോകാൻ പറ്റത്തില്ല, അവനവിടെ കുടുങ്ങിക്കിടക്കും. ഇതാണ് പിശാച് ചെയ്ത്. ആദത്തെ കൊളത്തിയിൽ എത്ര പേരാ കുടുങ്ങി? മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ അവന്റെ തന്ത്രങ്ങൾ, ഇതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരായിരിക്കരുത്. അവൻ ഹുക്കിടുക. ഈ ഹുക്ക് ഒരു തന്ത്രമല്ലേ മീനെ പിടിക്കാൻ? ഇല്ലേ? ഹുക്കിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? ഇരയിട്ട് കൊടുക്കും. ഹുക്ക് കാണുമോ? കാണത്തില്ല. ഇന്ന് ഇരയിട്ട് തന്നിരിക്കുക. WWWയിലൂടെ ഇരയിട്ട് തന്നിരിക്കുക. ഇന്ന് WWW ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, നെറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ഇന്ന് ഇരയാ. പക്ഷെ ഒരു സമയം വരുമ്പോ നമ്മളവിടെ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി ചെയ്യണം. ഒരു സമയം വരുമ്പോൾ ഇന്ന് പുറത്താണ് ഇത് മുഴുവൻ നടക്കുന്നത്. നമ്മളുടെ അകത്തല്ല, നമ്മളിലല്ല,
നമ്മളുടെ വെളിയിലാണ്. അതായത് പക്ഷി ആ ഇര കൊത്തി 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 കുക്കിന്റെ അടുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ ജീവിതത്തിൽ ഇതില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സമയം വരും. ഇന്ന് പലർക്കും അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നെറ്റില്ലാതെ എന്നാ ചെയ്യാൻ പറ്റും ബ്രദർ, ഈ ഒരു അവസ്ഥയിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ കയ്യിൽ മൊബൈൽ ഇല്ലായിരുന്നു, ശരിയല്ലേ? അപ്പൊ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നോ മൊബൈൽ ഇല്ലാതെ എങ്ങനെയാ ബ്രദർ? മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് ഏത് നമ്മൾ മീൻ വിൽക്കുന്ന ആളുടെ കയ്യിൽ പോലും മൊബൈലാ. ഇതേപോലത്തെ ഒരു അവസ്ഥ ഇതിലേക്ക് കടന്നു വരും. ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് തീരും. ഈ സമയത്ത് ഓൾറെഡി ഈ 666 എന്ന് പറഞ്ഞ, അതായത് കൈ വലം കൈമേലോ നെറ്റിമേലോ, നമ്മുടെ ഈ വലം കൈയുടെ ഇവിടെ മാംസളമായ ഭാഗമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിച്ചു നോക്കാം. ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ചിപ്പ്, ഒരു ലീഥിയം ബാറ്ററിയുടെ ചെറിയൊരു ചിപ്പ്, വളരെ മൈക്രോ ചിപ്പ് അവിടെ ഇൻസർട്ട് ചെയ്യും. അത് ഇതിന്റെ തുടക്കം ആരംഭിച്ചത് ബാർകോഡില്ല. ബാർകോഡ് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ബാർകോഡില്ലേ, സ്കാൻ ചെയ്യുമ്പോൾ ആ ബാർകോഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആദ്യം ഒരു കട്ടിയായിട്ടുള്ള നീളം കൂടെ വര കാണും, പിന്നെ ചെറിയ വരകൾ കാണും, പിന്നെ നടുവിൽ ഒരു നീളം കൂടിയ വര കാണും, പിന്നെ ചെറിയ വരകൾ കാണും, പിന്നെ ഒരു നീളം കൂടിയ വരകൾ കാണും. ഈ ഓരോ വരകളും ബൈനറി കോഡ്സ്, നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ബൈനറി കോഡ്സ് ആയിട്ട് റീഡ് ചെയ്യുന്നത് അത് മുഴുവൻ. അതിലെ ആദ്യത്തെ വലിയ വരയും നടുവിലത്തെ വലിയ വരയും അവസാനത്തെ വലിയ വരയുടെയും അതിന്റെ തുക എന്ന് പറയുന്ന 666 അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് പിന്നെ മറ്റൊരു ടെക്നോളജി കടന്നു വന്നു, RFID എന്ന് പറഞ്ഞ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഈ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ നിങ്ങൾക്ക് ഇന്ന് പല പ്രൊഡക്റ്റുകളിലും കാണാം. ഇവിടുത്തെ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഗില്ലറ്റ് എന്ന് പറയുന്ന ഷേവിംഗ് സെറ്റിന്റെ ഉള്ളിലും ഇതെല്ലാം ചിപ്പ്, മൈക്രോ ചിപ്പ് കവറിന്റെ ഉള്ളിൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാണ് ഞാൻ മനസ്സിലാക്കുവാനിടയായത്. അപ്പോൾ ഇതുകൊണ്ട് വളരെ പ്രയോജനമുണ്ട്. ഈ പ്രൊഡക്റ്റ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഫാക്ടറിക്കാർക്ക് അറിയാം. സൂപ്പർ മാർക്കറ്റിലാണോ, അതോ ആരെങ്കിലും വാങ്ങിച്ചോ, അതോ വീട്ടിലെത്തിയോ, ഒന്നും ആരും പറയണ്ട, ഫാക്ടറിക്കാർക്ക് അറിയാം ഈ സാധനം എവിടെ ഇരിക്കണേന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ ഈ ചിപ്പ്, ഇനി ആ ചിപ്പ് അതിന്റെ മോഡിഫൈഡ് വെർഷൻ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഓൾറെഡി ഇന്ന് കാനഡയിലും അമേരിക്കയിലും അതൊക്കെ പല ഭാഗങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ചില ഫാക്ടറികളിലെല്ലാം അത് എടുക്കുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഒരു ദൈവദാസൻ കാനഡയിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെയാ പറഞ്ഞു, ഒരു ഫാക്ടറിയിലെ എല്ലാവർക്കും ഇത് ഇൻസർട്ട് ചെയ്തു, പക്ഷെ 3 ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, അവർ സമ്മതിച്ചില്ല, ഇത് എടുക്കുവാനായിട്ട് സമ്മതിച്ചില്ല. തുടർന്ന് അവർ വേദപുസ്തകവുമായി കോർട്ടിൽ കടന്നു പോവുകയും അവിടെ ജയിക്കുകയും ചെയ്തു. എത്ര നാൾ ജയിച്ചു നിൽക്കും നമുക്ക് അറിഞ്ഞുകൂടാ. ജയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ പ്രിയരെ, ഈ ചിപ്പ് നമ്മൾ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ 666 എന്ന് പറഞ്ഞാൽ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 666 എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബിലൂടെ ഒരു വ്യക്തി നമ്മളെ കൺട്രോൾ ചെയ്യും. ആ വ്യക്തിയാണ് ആന്റി ക്രൈസ്റ്റ്. അതായത് പുള്ളിയുടെ ചിന്തക്കനുസരിച്ച് ലോകം മുഴുവൻ നീങ്ങണം. നമ്മൾ ആ ചിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ആന്റി ക്രൈസ്റ്റ് ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും. കാരണം ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഈ ചിപ്പിൽ 2 ശക്തികളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന് കിങ്ഡം ഓഫ് ഈവിൾ. നമ്മൾ 7th കിങ്ഡത്തെ കുറിച്ച് പഠിച്ചപ്പോ 5th കിങ്ഡത്തിൽ മനുഷ്യരായിരിക്കുന്നു എന്നും 6th കിങ്ഡം പിശാചിന്റെ കിങ്ഡം എന്നും 7th കിങ്ഡം ദൈവരാജ്യം എന്നും മനസ്സിലാക്കി. പിശാചിന്റെ കിങ്ഡത്തിന്റെ ശക്തി ഭൗതിക മണ്ഡലത്തിൽ ആവസിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കൂടോത്രം എന്ന് പറയുന്നത്. എന്നിട്ട് അത് എവിടെയും കൊണ്ടുവയ്ക്കും. ഇതേപോലെ ഈ ചിപ്പിന്റെ ഉള്ളിൽ പിശാചിന്റെ ശക്തിയാണ്. ചിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതുപോലും പിശാചാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ അപ്പോൾ 5th കിങ്ഡത്തിന്റെ ടെക്നോളജിയും ഇതിന്റെ ഉള്ളിലുണ്ട്. 5th കിങ്ഡത്തിന്റെ ടെക്നോളജിയും ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ രണ്ടും കൂടിയാണ് ഇത് പോകാൻ പോകുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ ഇട്ടാൽ അതിന്റെ അർത്ഥം നമ്മൾ സമ്മതിച്ചിട്ടാ നമ്മുടെ ശരീരത്തിൽ ഇട്ടത്. ഇത് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായിരുന്നു, യേശുവിനെ നമ്മൾ സ്വീകരിച്ചതുപോലെ. മനസ്സിലായോ? അതോടുകൂടെ പിശാചിന്റെ ചിന്തകൾ നമ്മൾ റിസീവ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ തോന്നലൊക്കെ പിശാചിന്റെ ചിന്തകളായി തീരും. തോന്നലുകൾക്ക് അനുസരിച്ചല്ലേ ശരീരം പ്രവർത്തിക്കുക. അപ്പോൾ തോന്നലുകൾ ഇതായിത്തീരും. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന ഈ ചിപ്പ് നമ്മുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്
ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ വരുമ്പോൾ പറഞ്ഞു കേട്ടത്, ഞങ്ങളുടെ ഇനി സകല കാർഡ്, ഞങ്ങൾക്ക് പോക്കറ്റ് നിറച്ച് കാർഡുകളാണ്. പത്താക്ക എന്ന് പറയുന്ന ലേബർ കാർഡ്, അതോടൊപ്പം തന്നെ വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, പോസ്റ്റ് ഓഫീസ് കാർഡ്, ഇമിഗ്രേഷൻ കാർഡ്, ലേബർ കാർഡ്, കാർഡുകളുടെ ഒരു പരമ്പര തന്നെ ഞങ്ങളുടെ പോക്കറ്റിലുണ്ട്. ഞങ്ങളുടെ പേഴ്സൊക്കെ നല്ല വീർത്തിരിക്കും. അപ്പോൾ ഇനി ഈ 1-ാം തീയതി മുതൽ ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായത്, ഇനി ഇങ്ങനത്തെ കാർഡൊന്നും വേണ്ട, ഒറ്റ കാർഡ് മതി, ID കാർഡ് മാത്രം മതി. ഈ ID കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആധാർ കാർഡിന് തുല്യമാണ് അവിടുത്തെ ID കാർഡ്. എന്നാൽ ഇനി അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് കാർഡ് വേണ്ട. ഈ കാർഡിലെ സകല ഇൻഫർമേഷനിലും ഈ ചിപ്പിന്റെ ഉള്ളിലേക്ക് കയറും. ഈ ചിപ്പിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തുടർന്ന് ഈ ചിപ്പ് ഇല്ലാതെ നമുക്ക് ഇനി ആധാർ കാർഡ് ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു ചില ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പൈസ എടുക്കുവാനോ ഇടാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇപ്പോൾ ഏത് കാര്യത്തിന് എന്നാലും ഉടനെ ഒരു ID കാർഡ് ചോദിക്കും. ID കാർഡ് ഇല്ലാത്തവർക്ക് കാര്യങ്ങൾ നടക്കുകയില്ല. തുടർന്ന് ഈ കാർഡുകൾ മുഴുവനും കൂടെ ഈ ചിപ്പിന്റെ ഉള്ളിലേക്ക് കയറും. ചിപ്പിന്റെ ഉള്ളിൽ നമ്മുടെ സകല ഇൻഫർമേഷനുമാകും. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിന്റെ കമ്പ്യൂട്ടറിൽ ആ ചിപ്പിൽ ചുമ്മാ സ്കാൻ ചെയ്താൽ മതി. ഉടനെ തന്നെ ഈവൻ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അവിടെ സ്കാനർ ഉണ്ട്. ആ സ്കാനറിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ ഹോസ്പിറ്റലുകാർ മനസ്സിലാക്കും. എന്തൊക്കെയാണ് ഈ വ്യക്തി, എപ്പോഴാണ് ജനിച്ചത്, ഇവന്റെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, ഇവൻ ആരാണ്, എന്താണ്, സകലതും അവർക്ക് മനസ്സിലാകും. അവർക്ക് എക്സ്റേ റിപ്പോർട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, മെഡിക്കൽ ബ്ലഡ് റിപ്പോർട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരു റിപ്പോർട്ടും ചോദിക്കേണ്ട, സകലതും ഉടനെ അവർക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ സകലതും നമ്മളുടെ കയ്യിലിരിക്കുക. അത് കൈയുടെ ചിപ്പിൽ, കൈയുടെ ഉള്ളിലുള്ള ചിപ്പിൽ ആ ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയാൽ നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇതിൽ വെച്ച് നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ നിൽക്കത്തില്ല. നമ്മൾ അതും വെച്ചുകൊണ്ട് ചുമ്മാ ട്രോളിയും തള്ളി വണ്ടിയിൽ കയറ്റി പോകത്തേ ഉള്ളൂ. ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഡിറക്റ്റ് ആവും. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഈ RFID-യുടെ സൂപ്പർ മാർക്കറ്റ് ഉപയോഗിച്ചുള്ള ആ കാര്യങ്ങളും അതിന്റെ എങ്ങനെയാണ് അത് ഇൻസർട്ട് ചെയ്ത് ഇപ്പൊ പലരിൽ ഇൻസർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് നെറ്റിലൂടെ യൂട്യൂബിലൂടെ എല്ലാം നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അതിൽ ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ചിപ്പ് എടുക്കാത്തവർക്ക് വാങ്ങാനും പറ്റത്തില്ല, വിൽക്കാനും പറ്റത്തില്ല, ബാങ്കിൽ സാലറി വന്നാൽ സാലറി എടുക്കാനും പറ്റത്തില്ല, ഒരു പരിപാടിയും നടക്കാത്ത ഒരവസ്ഥ കടന്നു വരും. ഈ അവസ്ഥ കടന്നു വരുമ്പോൾ വിശ്വാസത്യാഗങ്ങൾ സംഭവിക്കും. ആന്റി പറയും, അച്ചാച്ചോ കുഞ്ഞുങ്ങൾ കരയണു, പോയി ബാങ്കിൽ നിന്ന് സാലറി എടുത്തോണ്ട് വാ, ഞങ്ങളെ ഓർക്കണില്ല അച്ചാച്ച. മോളെ നമുക്കത് പറ്റില്ലല്ലോ, ഞങ്ങളെക്കാളും വലുതാണ് അച്ചാച്ച, അച്ചാച്ചന്റെ ഒരു തത്വം. അപ്പൊ കുഞ്ഞുങ്ങളാവുമ്പോൾ അപ്പുറത്ത് നിന്ന് കരയണ്, പപ്പാ വിശക്കണു. പല പല വിഷയങ്ങൾ നടക്കുക. വലിയ ഒരു ശതമാനം ജനം വിശ്വാസം ത്യജിക്കും. ഇറ്റ്സ് എ ടെസ്റ്റ്. ദൈവം ടെസ്റ്റ് ചെയ്യുക, ആര് എനിക്ക് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. വലിയൊരു ശതമാനം ജനം വിശ്വാസം ത്യജിക്കും. ഇപ്പോൾ അറിയാം ക്രിസ്തുവിന്റെ ആളുകൾ ആരാ, ലോകത്തിന്റെ ആളുകൾ ആരാണ്. പിശാചിനെ ജയിക്കുന്നവന് ദൈവത്തിന്റെ വചനം പറയുക, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുക, അവർ അവനെ പിശാചിനെ കുഞ്ഞാടിന്റെ രക്തം മുഖേനയും തങ്ങളുടെ സാക്ഷ്യവചനം മുഖേനയും ജയിച്ചു. കാരണം തൊട്ട് താഴെയുണ്ട്, അവർ മരണപര്യന്തം അവരുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സ്നേഹിച്ചില്ല, അവര് മരിക്കാൻ തയ്യാറായ നടക്കണേ. അവരുടെ ചിന്തയിൽ ഒരു നിമിഷം മുമ്പെങ്കിൽ ഒരു നിമിഷം മുമ്പ് അങ്ങോട്ടേക്ക് വരണമെന്ന് ചിന്തയിലാണ് നടക്കണേ. മരണപര്യന്തം അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇങ്ങനെയുള്ള കൂട്ടർക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന കളിതമാശൊന്നുമല്ല ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ. ദൈവം എന്താ നോക്കണേ, നമ്മുടെ ഹൃദയമാ ടെസ്റ്റ് ചെയ്യണേ. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം
ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഒരു മനുഷ്യ ആയുസ്സിൽ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം ഭവനമല്ല, കാറല്ല, പണമല്ല, ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ഷാജി ജോസഫ് എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്ന ജയിക്കാനായി വീണ്ടും ജനിച്ചവർ ഈ പുസ്തകം ദൈവനാമത്തിന് വേണ്ടി റിലീസ് ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം, ഒരു നല്ല ചിന്തകൻ, നല്ല എഴുത്തുകാരൻ. ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കും. ഈ പുസ്തകം പ്രാർത്ഥനാലയത്തിന്റെ വെബ്സൈറ്റിലും പ്രധാന ബുക്ക് ഷോപ്പിലും ലഭ്യമാണ്. അവരുടെ ചിന്തയിൽ ഒരു നിമിഷം മുമ്പെങ്കിൽ ഒരു നിമിഷം മുമ്പ് അങ്ങോട്ടേക്ക് വരണമെന്ന് ചിന്തയിലാണ് കിടക്കണേ. മരണപര്യന്തം അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇങ്ങനെയുള്ള കൂട്ടർക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന കളിതമാശൊന്നുമല്ല ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ. ഹമേ, ദൈവം എന്താ നോക്കണേ? നമ്മുടെ ഹൃദയമാ ടെസ്റ്റ് ചെയ്യണേ. കുഞ്ഞേ, നീ എന്റെ കൂടെയോ അതോ ലോകത്തിലെ പിശാചിന്റെ കൂടെയോ? ഇതാ ടെസ്റ്റ് ചെയ്യണേ. എന്തുകൊണ്ടാ പിശാചിനെ ഇന്നും അനുവദിച്ചിരിക്കണേ? അവനാണ് എക്സാമിനർ. പിശാചാണ് എക്സാമിനർ. സാക്ഷാൽ ദൈവോത്രം ഭൂമിയിലേക്ക് വന്നപ്പോ പോലെ ആരാ എക്സാം എടുക്കാൻ വന്നത്? പിശാചാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളുടെ ചിന്തയിലെ 2 കൈ അടിച്ചാൽ നമുക്ക് നമ്മുടെ അത് കിട്ടും, 2 കൈ അടിച്ചാൽ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ലൂസ് ലൈഫിൽ അയച്ചുകൊണ്ടിരിക്കുക. ആത്മലോകം വളരെ സീരിയസ് ആണ്. കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ടത് വളരെ വിശ്വാസ ത്യാഗങ്ങൾ സംഭവിക്കും. ദൈവവചനത്തിലുള്ളത് ഇതൊക്കെ. അമ്മേ, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടും. പല റോങ് ഇന്റർപ്രിട്ടേഷനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇന്റർപ്രിട്ടേഷൻ വേണ്ടാത്തൊരു വാക്യം ഞാനങ്ങ് വായിക്കാം. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചോളുക എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. ഹല്ലേലൂയ. ഇന്റർപ്രിട്ടേഷൻ വേണ്ടാത്ത വാക്യം. ഗ്ലോറി. അപ്പോ 2 തെസ്സലോനിയൻസ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യത്തില്ല, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളണം. ഗ്ലോറി. കാരണം അപ്പച്ചൻ ക്രിസ്മസ് കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. അമ്മേ, അല്ല, അതിന് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അമ്മേ, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതിനെ ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്ത് കൊളാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അമ്മേ, അതുകൊണ്ട് ഇത് നിങ്ങൾ വായിക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനം എടുത്തോളുക. ഗ്ലോറി. ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ഇതിന് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്രത്യക്ഷതയും പിന്നെ അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച്, നമ്മൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നതിനെയും സംബന്ധിച്ച് ഇനി ഇതിന് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായോ? എന്തിനെ കുറിച്ചാ പറയണേ? യേശു വരുന്നു, ഞങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുന്നു. മനസ്സിലായോ? ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ. അപ്പൊ ഈ കൂട്ടർക്ക് ഒരു ഗുണം ഉണ്ടെന്നാ പല സംസ്ഥാനം പറയുന്നത്. സുബോധമുള്ള കൂട്ടരാകും കേട്ടോ. അമ്മേ, അപ്പൊ ഇനി അത് വിട്ടുപോകരുതെന്നാ പറഞ്ഞേ. സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. പറഞ്ഞേ, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. അമ്മ അടുത്ത വ്യക്തിയോട് പറഞ്ഞ ആരും ചതിക്കരുത്. അമ്മേ, യേശുവിന്റെ നാൾ അടുത്തൊന്നും പറഞ്ഞ ആരും നിങ്ങളെ ചതിക്കരുത്. പിന്നെ അത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നത്. ഇനി ഇന്റർപ്രിട്ടേഷൻ ആവശ്യമില്ല. ഇതിന് വായിച്ചു. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ആദ്യം എന്ത് സംഭവിക്കണം? അനേകര് വിശ്വാസം വിട്ടു പോകും. അമ്മേ, അനേകര് വിശ്വാസം വിട്ട് പോകും. ഹല്ലേലൂയ. കാരണം റിയൽ പാത്തിലേക്ക് വരുമ്പോ
വിശ്വാസം നിൽക്കാൻ പറ്റത്തില്ല. എന്നാണ് സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 6-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഒരു മെഗാ ചർച്ച്. 6-ാം അധ്യായത്തിൽ കർത്താവ് പ്രസംഗിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അങ്ങ് പറഞ്ഞു വന്നപ്പോ അവസാനം 6-ാം അധ്യായത്തിന്റെ അവസാനം വന്നപ്പോ ഒരു ടൈനി ചർച്ച്. ചർച്ച് ചെറുതായിരുന്നു. പെട്ടെന്ന് ചർച്ച് ചെറുതായി, വലിയ മെഗാ ചർച്ച് ചെറുതായി 12 പേരുടെ കൊച്ചു ചർച്ചായി മാറി. അപ്പൊ കർത്താവ് യഥാർത്ഥത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ചർച്ച് ചെറുതാവും. ചർച്ച് ചെറുതാവും. മനസ്സിലായോ? അനേകരും വിശ്വാസത്യാഗം സംഭവിച്ചു പോവുക. ഗ്ലോറി. കർത്താവ് അവരോടൊന്നും പറഞ്ഞില്ല, പ്ലീസ് പ്ലീസ് വെയിറ്റ് വെയിറ്റ്, നിൽക്കൂ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ശ്രദ്ധിക്കൂ, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്കും പോകാം, മനസ്സുണ്ടോ? അപ്പൊ ആ പ്രസംഗം എന്തിനാ പ്രസംഗിച്ചെന്നറിയാമോ? പോകേണ്ടതങ്ങ പോകാനാ. അമ്മേ ഹല്ലേലൂയ. ഈ 666 ഒക്കെ എന്തിനാ പറഞ്ഞതെന്നറിയാമോ? പോകേണ്ടതങ്ങ പോകാനാ. ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്താനാ. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം തുടങ്ങുമ്പോ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗം ഒന്ന് വായിച്ചാൽ അവിടെ നമുക്ക് കാണാം. അതിന്റെ ജോൺ ചാപ്റ്റർ 6 വേർഡ്സ് 2 മുതൽ വായിച്ചേ. 2-ാം വാക്യം മുതൽ വായിച്ചു. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. എത്ര പുരുഷാരം? 3 പേരാണോ? ഒരു വലിയൊരു പുരുഷാരം യേശുവിന്റെ പുറകെ ചെല്ലുകയാണ്. അമ്മേ, വലിയൊരു പുരുഷാരം ചെല്ലുകയാണ്. അതോടെ ചേർന്നാണ് യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 അങ്ങ് പോയിട്ടുന്നത്. അതോടുകൂടി വീണ്ടും അങ്ങനെ അറിയാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇവരൊന്ന് അറിയാൻ തുടങ്ങി. പിന്നെ ഇവര് ഭയങ്കര ഭക്തന്മാരെ യേശുവിനെ അന്വേഷിക്കുന്ന ആളുകളാണ്. ഭയങ്കര ഭക്തന്മാർ യേശുവിനെ അന്വേഷിക്കുക. അങ്ങനെ യേശുവിനെ അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ യേശുവിനെ അവരന്വേഷിച്ചപ്പോ കാണാനില്ല. അങ്ങനെ കാണാതെ ആയപ്പോ പിന്നെ ദൂരദേശത്തേക്ക് പോകാൻ അവർ തയ്യാറായി. അതിന്റെ 24-ാം വാക്യം, പടക് കയറി യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാ സ്നേഹോ! മനസ്സിലായോ? വായിച്ച 24 മുതൽ. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ. പുരുഷാരം ഇപ്പൊ കണ്ടു, യേശുവിനെ ഇവിടെ കാണാനില്ല. കണ്ടോ? യേശുവിനെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാ താഴേക്ക്. തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കഫർന്നഹൂമിലെത്തി. യേശുവിനെ തിരഞ്ഞ് കഫർന്നഹൂമിൽ എത്തി. യേശുവിനെ തിരഞ്ഞു നടക്കുക. എന്നിട്ട് കടൽക്കര അവനെ കണ്ടെത്തിയപ്പോൾ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. യേശുവിനെ അന്വേഷിച്ചു. യേശു തിരിച്ചുത്തരം പറഞ്ഞ എന്താ? അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. ഡബിൾ ആമേൻ പറയണേ, ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നു. അപ്പൊ ഈ വലിയ ചർച്ചിന്റെ രഹസ്യം മനസ്സിലാക്കിക്കോ. കർത്താവ് പറയാ, ഈ വലിയ ചർച്ചിന്റെ രഹസ്യം എന്ന് പറയുന്നത്, ഞാൻ ദൈവപുത്രൻ എന്നുള്ള അടയാളമോ അത്ഭുതമോ കണ്ടുകൊണ്ടല്ല നിങ്ങൾ വരുന്നേ. നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് വന്നേക്കണേ. അവനവന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഞാൻ എന്തുകൊണ്ടാണ് യേശുവിനെ സേവിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് യേശുവിനെ അനുഗമിക്കുന്നത്? ഗ്ലോറി. ഇത് കൂടെ നടക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ. ഹൃദയം കാണുന്ന കർത്താവാ പറയണേ. കുഞ്ഞെ, നീ വന്ന എന്തിനാന്ന് എനിക്കറിയാം. മനസ്സിലായോ? ആ ജഡ്ജ്മെന്റ് സീറ്റിൽ നിൽക്കുമ്പോ കൈയും കാലും പറക്കരുത്. ഹൃദയം കാണുന്നതിന്റെ മുമ്പിലാണ് നിൽക്കാൻ പോണേ. ഗ്ലോറി. പിന്നെ യേശു ഒരു അഡ്വൈസ് വായിച്ചേ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നശിച്ചു പോകുന്ന യാത്രയിലെ അപ്പത്തിന് വേണ്ടി അല്ല, നിത്യജീവനിലേക്ക്, മടക്കയാത്രയിലെ നിത്യജീവന്റെ അപ്പമായ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അപ്പൊ എന്തിനു വേണ്ടി പ്രവർത്തിക്കാനാ ഇവരോട് പറഞ്ഞേ, അഡ്വൈസ് ചെയ്തേ? നിത്യജീവനിലേക്ക് നിലനിൽക്കാത്ത അപ്പത്തിനല്ല, നിലനിൽക്കുന്ന അപ്പത്തിനായി പ്രവർത്തിപ്പിൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇത് തുടങ്ങിയാൽ മതി, ഇതൊന്ന് പ്രസംഗിച്ച് തുടങ്ങിയാൽ മതി, നിങ്ങളുടെ വലിയ ചർച്ച് പറഞ്ഞു ചെറിയ ചർച്ചായി. ഹല്ലേലൂയ. ഗ്ലോറി. റിയൽ പാത്ത് പ്രസംഗിച്ചാൽ ഈ ലെവലിലായിത്തീരും. ഇവരോട് പറയാറ്, കുഞ്ഞുങ്ങളെ, 10 ലക്ഷം പേരുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് 10 പേരുമായി സ്വർഗത്തിൽ പോകുന്നതല്ലേ. ഗ്ലോറി. ഹല്ലേലൂയ. ഈ വലിയ ചർച്ചകൾ ശുഷ്കിക്കാൻ തുടങ്ങി. യേശു പ്രസംഗങ്ങൾ മൂർച്ഛിച്ച് താഴേക്ക് വരുമ്പോ 6:6:6 ഈ അധ്യായത്തിലും വരുന്നുണ്ട്. നിങ്ങൾ മറക്കാത്ത സംഭവമാണ്.
6:66. എന്ത് സംഭവിച്ചു? അന്നു മുതൽ അവന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. യേശു ഒരെണ്ണത്തിനെ തിരിച്ചു വിളിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഞാൻ ഉദ്ദേശിച്ചത് അതാണെന്നും അതുപോലെ ആളെ തിരിച്ചു വിളിച്ചില്ല. അന്ന് മുതൽ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. ഇപ്പോൾ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചല്ലോ. നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിനായി നമ്മൾ അധ്വാനിക്കുവാൻ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. അതിനായി ദൈവത്തോട് യാചിക്കാം. ആ അപ്പം യേശുക്രിസ്തു നമുക്ക് തരും. അതിനായി പിതാവായ ദൈവം അവനെ മുദ്രയിട്ടിരിക്കുന്നുവെന്ന് ദൈവവചനം പറയുന്നു. ഒരു സമർപ്പണത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സ്വകീയ പിതാവേ, അങ്ങയുടെ ശബ്ദപരിധിയിൽ അങ്ങയുടെ സന്നിധി ഏൽപ്പിക്കപ്പെട്ട ഈ ജനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. നിലനിൽപ്പിൻ്റെ വരദാനം കൊടുത്ത് അങ്ങ് സഹായിക്കണമേ. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിനെ അധ്വാനിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തിയാട്ടെ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേൽ അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. അങ്ങനെ ഹൃദയ സമാധാനം ഈ മക്കളുടെ മേൽ കൊടുത്താട്ടെ. ഈ ജനം ഇപ്പോൾ രോഗസൗഖ്യം പ്രാപിക്കുവാനിടയാകട്ടെ. ഇവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദനകളും ഈ മക്കളുടെ ജീവിതത്തിൽ ദുഷ്ടൻ കൊണ്ടുവന്നത് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറി നിൽക്കുവാൻ കൽപ്പിക്കുക. ഇവരെ സ്വതന്ത്രമായിട്ട് വിട്ടയക്കുക. അങ്ങയുടെ സമാധാനം ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ വസിക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കായ സ്തോത്രം, വിടുവിച്ചതിനായ സ്തോത്രം, യേശുവിൻ നാമത്തിൽ പിതാവേ. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശു